നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനിയുള്ള എൻ്റെ ജീവിതം പുണ്യപ്രവൃത്തികൾ മാത്രം ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാ ഹോസ്പിറ്റലുകാർ തന്ന വീട് വിട്ടിട്ട് ഇവിടെ വന്ന അമ്മയോടൊപ്പം നിൽക്കാൻ ഞാൻ തീരുമാനിച്ചത്. നിത്യേച്ചിയുടെ വിവാഹം 6 വർഷം മുമ്പേ കഴിഞ്ഞു എന്ന് പറഞ്ഞത് ഏട്ടൻ വിശ്വസിച്ചില്ലേ? പിന്നെന്തിനാ അമ്മ പേടിക്കുന്നേ? അവന്റെ മാറ്റം തന്നെയാണ് എന്നെ പേടിപ്പിക്കുന്നത്. അവൻ ഓർമ്മയിലേക്ക് തിരിച്ചു വരുന്ന നിമിഷങ്ങൾ അന്ന് ആ ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടതാ. അവന്റെ പകയുടെ കണ്ണുകൾ അവൻ എങ്ങനെ ഒളിപ്പിച്ചാലും അത് അവിടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. அம்மா அந்த டைமில் அவர் என்ன நினைச்சிருக்கும்? நித்யாமோட எங்க இருக்கு? இப்போவும் அவரோட பொண்டாட்டி தானே, அந்த மாதிரி தானே. இப்போ அவருக்கு எல்லாமே தெரிஞ்சு போச்சு. എനിക്ക് എന്നാ തോന്നുന്നു വെച്ചാ അവർ തിരുമ്പി വരില്ല എന്നാ എനിക്ക് തോന്നുന്നത്. അതെ അമ്മേ, ഏട്ടന് ഇത് വലിയൊരു ഷോക്കായിട്ടുണ്ടാവും. അത് മറികടക്കാൻ വേണ്ടി ഏട്ടൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അമ്മ ഉറപ്പിച്ചോ, ഏട്ടൻ ഇനി വരില്ല, ഇനി ഒരിക്കലും വരില്ല. അമ്മ ഞാൻ കൂപ്പിടാം, ഉക്കാറുங்க ഉക്കാറുங்க. അമ്മേ, ഞാനേ ഒന്ന് ഹോസ്പിറ്റൽ വരെ പോയതാ. ഡോക്ടറെ കണ്ട് യാത്ര പറയാം. ഡോക്ടറോട് മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഇത്രയും കാലം എന്നെ പരിചരിച്ചവരില്ലേ. എനിക്ക് അഭയം തന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇല്ലേ, എല്ലാരോടും യാത്ര പറയുന്നതല്ലേ അതിൻ്റെ ഒരു മര്യാദ. എല്ലാരോടും പറഞ്ഞു. എല്ലാവരും എന്നെ സന്തോഷത്തോടെ യാത്രയാക്കുകയും ചെയ്തു. ഒരു പരിധി കഴിഞ്ഞ് ആരെയും ബുദ്ധിമുട്ടിക്കരുതല്ലോ അമ്മേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? അത് നല്ല തീരുമാനമാണ്. യെസ്, അമ്മ അതേ പറയുമെന്ന് എനിക്കറിയാം. അല്ല, നിനക്കെന്താ ജ്യോതി തോന്നുന്നേ? ഏട്ടൻ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി വരുന്നതില് ഞങ്ങൾ സന്തോഷിക്കല്ലേ ഏട്ടാ വേണ്ടത്. ആ சார், நம்ம வாழும்போது கொஞ்சம் காலம் தானே. அந்த கொஞ்ச காலத்துல நம்மளால முடிஞ்ச உதவியை മറ്റൊരാൾക്ക് பண்ணது നല്ലതാണ്. കറക്റ്റ്. അതെ ശരവണ, ഇനിയുള്ള എൻ്റെ ജീവിതം പുണ്യപ്രവൃത്തികൾ മാത്രം ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാ ഹോസ്പിറ്റലുകാർ തന്ന വീട് വിട്ടിട്ട് ഇവിടെ വന്ന അമ്മയോടൊപ്പം നിൽക്കാൻ ഞാൻ തീരുമാനിച്ചത്. മോനെ, ഇവിടെയോ? ആ അതെ, ഇനി മാറി നിന്നാൽ ശരിയാവില്ലമ്മ. ഞാൻ ഒറ്റപ്പെട്ടു പോകും.
പദത്തിലേക്ക് തിരിച്ചു വന്ന നിമിഷം പ്രതീക്ഷകൾ മുഴുവൻ നിത്യയെക്കുറിച്ചായിരുന്നു. ആ അത് പോയല്ലോ. നിത്യ ഹരി സുഖമായിട്ട് ജീവിക്കട്ടെ. ഞാനിവിടെ എൻ്റെ അമ്മയുടെ കൂടെ. ആ, മോനെ, ഇവിടെ നിനക്ക് ബുദ്ധിമുട്ടാവും. ഇവിടെ ഒരു മുറി പോലും ഇല്ല. അയ്യോ, എന്തിന്? അമ്മയുടെ കൂടെ വെറും തിണ്ണയിൽ കിടന്നുറങ്ങിയ തിണ്ണയിൽ കിടന്നുറങ്ങിയ പോലും എനിക്ക് സന്തോഷമല്ലേ? തൽക്കാലം ഞാൻ ഈ ബാഗുകളൊക്കെ ഒന്ന് അകത്ത് വെക്കട്ടെ. എടാ, അത് അമ്മേ, നമുക്ക് ഇനി സംസാരിക്കാമല്ലോ അമ്മേ. ഞാനിവിടെ സ്ഥിരമായിട്ടുണ്ടല്ലോ. ജ്യോതി, നിനക്ക് സന്തോഷമായില്ലേ? ഇനി എന്നും നിങ്ങൾക്ക് ഏട്ടനെ നിങ്ങളെ കണ്ടോണ്ടിരിക്കാലോ. ശരവണ, നിനക്ക് സന്തോഷമായില്ലേ? അയ്യോ ശരവണ, തലയ്ക്ക് മേലെ തൂങ്ങിക്കിടന്ന വാള് കഴുത്തോളമായി. ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങളെല്ലാവരും കേട്ടതല്ലേ? ആരാ എനിക്ക് മറുപടി തരുന്നത്? നിത്യയുടെയും ഹരിയുടെയും വിവാഹം കഴിഞ്ഞുവെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു. അത് കള്ളമല്ലേ? അല്ല, ഇനിയൊരു കള്ളം പറയുന്നത് സൂക്ഷിച്ചു വേണം. കാരണം കള്ളം പറയുന്ന നാവ് ഞാനങ്ങ് അറുത്തെടുക്കും. അത് പെറ്റമ്മയുടെ ആയാലും എൻ്റെ കൂടപ്പിറപ്പിൻ്റെ ആയാലും. വർഷങ്ങളോളം ഇരുട്ടിൽ കിടന്ന് തിരിച്ചു വന്നവനാ ഞാൻ. ആ എന്നെ കബളിപ്പിക്കാൻ നോക്കിയാലുണ്ടല്ലോ, കൊന്നു തീർക്കും ഞാൻ. സത്യം എന്താന്ന് പറ. സത്യം ഞാൻ പറയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.